അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കടമാണോ നിങ്ങൾക്കുള്ള പ്രശ്നം എങ്കിൽ ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കിയാൽ മതി. ധാരാളം ആളുകൾ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ധാരാളം ആളുകൾ എഴുതി, എനിക്ക് ധാരാളം കടമുണ്ടായിരുന്നു ഉസ്താദ്, ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ വീഡിയോയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സൂറത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ മഹത്വങ്ങളൊക്കെ കേട്ടതിൻ്റെ പേരിൽ ഞാൻ പാരായണം ചെയ്തു. എനിക്കൊരു വർഷത്തിന് മുൻപ് തന്നെ എൻ്റെ എല്ലാ കടങ്ങളും എനിക്ക് വീട്ടാനുള്ള വഴി ഒരുങ്ങിക്കെട്ടി, എൻ്റെ കടങ്ങളൊക്കെ തീർന്നു എന്ന് എഴുതി അറിയിച്ചവരുണ്ട്. ഇത്രത്തോളം ഫലം ചെയ്യുന്ന എഫക്റ്റീവായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് പഠിപ്പിച്ചതൊന്നും വെറുതെ പഠിപ്പിക്കുകയില്ലല്ലോ, ഒരു പാഴ്വാക്കും അവിടെ നിന്ന് വന്നു പോവുകയില്ല. എല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ദിവ്യ സന്ദേശം മുഖേനയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ധാരാളം കടക്കണിയിൽ കുടുങ്ങിയവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർ പതിവാക്കേണ്ട സൂറത്താണ് സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്ത്. മഹാനരായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മരണാസന്നനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവേശിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത് എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ദോഷങ്ങളാണ് എനിക്ക് പ്രയാസമായി തോന്നുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ വിദഗ്ധരായ ഡോക്ടർമാരെയോ വൈദ്യന്മാരെയോ വരാൻ കൽപ്പിക്കട്ടെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത്. അഥവാ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ് എനിക്ക് രോഗം തന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് കൽപ്പന നൽകിയാലോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് പെൺമക്കളുണ്ടല്ലോ. ആ സമയത്ത് അവിടെ നിന്ന് പറയാണ്, അവർക്ക് ലഭിക്കട്ടെ, നിങ്ങൾക്ക് പെൺമക്കളുണ്ടല്ലോ, അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പെൺകുട്ടികൾക്ക് അതഖ്ശ അലാ ബനാത്തി അൽ ഫഖറ, എൻ്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്നാണോ നിങ്ങൾ ഭയക്കുന്നത്? എനിക്കതിനെപ്പറ്റി ഒരു പേടിയുമില്ല. ഇന്നി അമർത്തു ബനാതി ബിഖിറാഅത്തി സൂറത്തിൽ വാഖിഅത്തി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും എൻ്റെ പെൺമക്കളോട് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തൽ വാഖിഅത്തി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, അവനിക്ക് ഒരിക്കലും അവൻ പട്ടിണിയിലാവുകയില്ല. എല്ലാ രാത്രിയും പതിവാക്കിയാൽ ദാരിദ്ര്യം ഒരിക്കലും അവനെ ബാധിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് ദാരിദ്ര്യം എന്താണെന്നറിയില്ല. അവൻ വലിയ കോടീശ്വരനാകും, വലിയ പണക്കാരനാകും എന്നല്ല പറയുന്നത്. അവന് പട്ടിണിയായി കിടക്കേണ്ടി വരില്ല. അവന് വീട് വെക്കാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ചികിത്സിക്കേണ്ടി വരുന്ന, എല്ലാം വിറ്റ് ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥകൾ അവനിക്ക് വരികയില്ല. മോളെ കെട്ടിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് അവൻ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരികയില്ല. ആ രൂപത്തിൽ അവനിക്ക് ആവശ്യമായ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും നമ്മൾ പാരായണം ചെയ്യൽ പതിവാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.